ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഡിസൈനിൻ്റെ സ്ട്രിങ് ആർട്ട് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്ട്രിങ് ആർട്സിൻ്റെ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കളർ വെച്ചാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഇത് ഇട്ട് വയ്ക്കണമെങ്കിൽ ഇത് അതിൽ കിടന്ന് കറങ്ങിക്കോളൂ. ഇത് എന്നിട്ട് താഴെ വെച്ചാൽ മതി. ആദ്യം തന്നെ നമുക്കൊരു കെട്ടിട്ട് വയ്ക്കണം. ഇനി നമ്മൾ ഏതെങ്കിലും ഒരാണി സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരാണി സെലക്ട് ചെയ്തിട്ട് അതുമ്മ കെട്ടിട്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു നൂല് കിട്ടി. അപ്പൊ ഇനി ഏകദേശം ഇത്രയൊരു ഭാഗം നമ്മൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഇവിടെ ഒരു റൗണ്ട് സെന്ററിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 40 പോയിന്റ്സ് ആണ് സ്റ്റാർട്ടിങ് പൊസിഷനും പിന്നെ ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് 40 പോയിന്റ്സ് ആണ് വരേണ്ടത്. നമ്മൾ എണ്ണി നോക്കാം. ഇവിടെ നിന്ന് ഓരോ പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഓരോ പോയിന്റ് ഇൻക്രിമെന്റ് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തു. ഇനി ഇതിപ്പോ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൈറ്റ് സൈഡിലത്തെ ആണ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ആണ്. ഇത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് സ്റ്റെപ്പ് ഒന്നും ഇല്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ അടുത്ത ആണിമ കണക്ട് ചെയ്തു. ഒന്നുമില്ല. നെക്സ്റ്റ് ആണിമയ്ക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരും. വേറെ പ്രത്യേകിച്ച് ഇതിൽ സ്റ്റെപ്സ് ഒന്നുമില്ല. നിങ്ങളിവിടെ സെന്ററിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടുന്ന് ഒരു ചെറിയൊരു കർവ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് കറക്റ്റ് ആണെന്ന് തെളിഞ്ഞ് റെഡിയായി വരും. ഈ ഡിസൈൻ ഒരു ബിഗിനർ ലെവലാണ്. പ്രത്യേകിച്ച് ലോജിക്കൊന്നും അങ്ങനെ ചെയ്യാനില്ല, കണ്ടുപിടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ആ ഗ്യാപ്പ് മാത്രം കണ്ടുപിടിച്ചിട്ട് ഓരോ ആണി ഇൻക്രിമെന്റ് ചെയ്ത് രണ്ട് സൈഡിലും പോവുക, അത്രേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ചെറിയൊരു കർവ് വന്ന് തുടങ്ങി. നമ്മളിനി റൗണ്ട് അടിച്ചെത്തുമ്പോൾ ഫുള്ളായിട്ട് ഒരു റൗണ്ട് കർവ് വരും. സെന്ററിൽ ഒരു റൗണ്ട് കൂടി വരും. ഫുള്ള് റൗണ്ട് അടിച്ചെത്തി കഴിയുമ്പോൾ ഡയഗ്രം ആണെങ്കിലും ഇതിന്റെ ത്രെഡ് ആണെങ്കിലും നെയിൽസ് ആണെങ്കിലും നമ്മളോടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പിൽ. നമ്മളതിന്റെ ഫുള്ള് കാര്യങ്ങളും നമുക്ക് അയച്ചു തരാൻ പറ്റും. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് സെറ്റാക്കി തരാം. കാരണം ഈ ഹെഡ്ലെസ് ടൈപ്പ് ആണി നോർമൽ ആണിയുടെ കടയിൽ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ഗുജറാത്തിൽ നിന്നാണ് നമ്മൾ ഇത് വരുത്തിച്ചത്. കുറച്ച് അധികം ക്വാണ്ടിറ്റി ഞാൻ എടുത്തു. കാരണം ഈ സംഭവം നമ്മൾ ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ സെല് ചെയ്യണതുകൊണ്ട് കുറച്ചധികം ക്വാണ്ടിറ്റി ഞാൻ എടുത്തു. നമ്മൾ കടയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നു. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഗുജറാത്തിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുതലെടുത്താൽ ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് കിട്ടും. ഇവിടെ ഈ സെന്റർ കറക്റ്റ് റൗണ്ട് വരണമെങ്കിൽ നമ്മൾ ഈ ആണി അടിച്ചത് കറക്റ്റ് റൗണ്ട് ആയിരിക്കണം. ആണി അടിച്ചത് ഒരു പോയിന്റ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ സെന്ററിലത്തെ റൗണ്ടിലും ആ ഒരു പ്രശ്നം കാണിക്കും. അപ്പൊ ആണി അടിക്കല് ഇതിന്റെ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ഷേപ്പുകൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അലൈൻമെന്റില് കറക്റ്റ് അളവിന് കറക്റ്റ് ഗ്യാപ്പിന് ആണികൾ തമ്മിലുള്ള ഗ്യാപ്പ് മാറിയാലും അതിന്റെ പ്രശ്നം ഇതിൽ കാണിക്കും.
ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഇത് ടൈ ചെയ്ത് വെക്കുക. അപ്പോൾ ആർട്ടിൻ്റെ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് കളറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറ്, ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള നൂലാണ്. ഇപ്പോൾ അടുത്തത് 30 പോയിന്റ്, ഒരു 10 പോയിന്റ് കുറച്ച് 30 പോയിന്റ് ഗ്യാപ്പിലാണ് അടുത്തത് ചെയ്യാൻ പോവുക. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കെട്ടിട്ട് വയ്ക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ആണി സെലക്ട് ചെയ്യുക, അതുമായി കെട്ടിട്ട് വയ്ക്കുക. ഇനി ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 30 പോയിന്റ്സ് ഗ്യാപ്പ് കിട്ടണം. അപ്പോൾ ഇത് ഫസ്റ്റത്തെ നെയിൽ പോയിന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റാണ് വരിക. അപ്പോൾ 30 പോയിന്റ് ഗ്യാപ്പിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ആണികൾക്ക് നമ്മൾ കണക്ട് ചെയ്തു, ഒരു ആണി ഇൻക്രിമെൻ്റ് ചെയ്തു. ഇവിടെ അതെ ഈ പോയിന്റിലാണ് അതിൻ്റെ നെക്സ്റ്റ് നെയിൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് ഓരോ ആണി ഈ സൈഡിൽ നിന്നും ഇൻക്രിമെൻ്റ് ചെയ്യുക, ഓരോ ആണി ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഓരോ പോയിന്റ് ഇൻക്രിമെൻ്റ് ചെയ്യുക. വേറെ ഈ ഡിസൈനിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. നമുക്ക് നോക്കി അറിയാൻ പറ്റും, ചെറുതായിട്ടൊരു കർവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു കെട്ടിട്ട് വയ്ക്കാം.
അപ്പോൾ നമുക്കിനി റെഡ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു കെട്ടിടാം. ഇവിടെ ഏതെങ്കിലും ഒരു ആണി സെലക്ട് ചെയ്യുക, അതുമ്മ കെട്ടിട്ട് വയ്ക്കുക. ഇനിയിപ്പോൾ എത്ര ഗ്യാപ്പ് വേണമെന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ 19 നെയിൽ പോയിന്റ്സ് ഗ്യാപ്പാണ് അടുത്തത് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഡിസൈനിലത്തെ അവസാനത്തെ കളറാണ്. ഇതിൽ നമുക്ക് എത്ര കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇതിലിപ്പോൾ 3 കളറേ ചെയ്തിട്ടുള്ളൂ. 7 കളർ ഇങ്ങനെ മഴവില്ല് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല രസമായിട്ട് വോളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡിസൈൻ ഒരു 3 കളറ് ഇങ്ങനെ ചെയ്തെന്ന് തോന്നുന്നു മാത്രം. ഇതൊരു 7 കളറൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. ആ ഗ്യാപ്പുകളൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നത് അതൊക്കെ ഫില്ല് ചെയ്യാം. യെല്ലോ കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് കുറച്ചും കൂടി ഗ്യാപ്പുകൾ ഇപ്പോൾ കുറച്ചും കൂടി കാണുന്നുണ്ട്. പക്ഷെ വല്ലാണ്ട് ഫില്ലായി വന്നാലും അത് അതിൻ്റെ ഒരു ഭംഗി കളയും. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള ബോർഡൊക്കെ ആണെങ്കിൽ ഒരു 7 കളറ് കിട്ടണമെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് ഗ്യാപ്പുള്ളിയൊക്കെ കാണുമ്പോഴാണ് ഈ ആർട്ടിൻ്റെ ഒരു ഭംഗി. ഈ ഡിസൈൻ അധികം സമയം എടുക്കില്ല. നമ്മൾ കഴിഞ്ഞ ഡിസൈൻ ചെയ്തത്, കഴിഞ്ഞ ലൈവിൽ ചെയ്തതും ഇതായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഡിസൈന് അധികം സമയം എടുക്കുന്നില്ല. ഇത് പിന്നെ കുറച്ചും കൂടി സ്റ്റെപ്സ് കുറച്ചും കൂടി എളുപ്പമുള്ള ഡിസൈനാണ്. എന്നാൽ നല്ല ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന ഒരു ബിഗിനർ ലെവൽ ഡിസൈനാണിത്. ഇതിപ്പോൾ ഞാൻ വേറെണ്ണം ചെയ്തത് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒരു പരീക്ഷണം പോലെ ചെയ്തതാണ്. ഇത് അക്രിലിക്കിൻ്റെ ഷീറ്റാണ്, ഗ്ലാസ് പോലത്തെ അക്രിലിക്കിൻ്റെ ഷീറ്റാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യണത് മരത്തുമ്മയാണ്. അതും സ്ക്രൂ വെച്ചിട്ട് ചെയ്തിട്ട് അതും ഞാൻ ചെയ്തതാണ്. ഇതിലിപ്പോൾ ഒരു 7 കളറ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റൗണ്ട് തന്നെ. ഇപ്പോൾ നോക്കിയാൽ കാണാം നല്ല നിലയായിട്ട് ഇങ്ങനെ 7 കളേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മളെത്തി സ്റ്റാർട്ടിങ് പൊസിഷനിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് കർവ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ ഇത് കെട്ടിട്ട് വയ്ക്കാം.
ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസോ ഡയഗ്രോ ഇതിൻ്റെ ഡയഗ്രോ ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പം നമ്മൾ എങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത ഡയഗ്രം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലൊരു കുഴലിലാക്കിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരികയും ചെയ്യാം. അതിപ്പോൾ ഡയഗ്രം ആണിയും നൂലൊക്കെ ഒരുമിച്ച് ഇതുപോലെ ഒരു കുഴലിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇത് ഈ സൈഡ് ഇങ്ങനെ വരാൻ പറ്റും. ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ആണിയും ഡയഗ്രമൊക്കെ ഇങ്ങനെ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ വരുന്ന പോലത്തെ ടൈപ്പ് ഒരു മെയിലിംഗ് ട്യൂബ് എന്നാണ് പറയുക ഇതിനെ. ഒരു ട്യൂബ് പോലത്തെ സംഭവമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഡയഗ്രം ഇങ്ങനെ മടക്കാണ്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മടക്ക് വീണുണ്ടെങ്കിൽ അത് ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ചുരുട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ട്യൂബ് വാങ്ങിച്ചിട്ട് അതിലാക്കിയിട്ട് തരുന്നത്. ഇങ്ങനെയാക്കി നനയാത്ത രീതിയിൽ ഇനി ഇതിനെ കവർ ചെയ്ത് ബബിൾ റാപ്പൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ തരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇതിലാണ് നമ്മൾ ഡയഗ്രം, സ്റ്റെപ്സ്, പിന്നെ നൂല്, ആണി ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുക. ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിസൈനായിട്ട് അടുത്ത ലൈവിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.